റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ബാക്കി വരുന്ന മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു അപ്പമാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെള്ളയപ്പം അഥവാ പാലപ്പത്തിൻ്റെ മാവ് കൊണ്ടുള്ള രുചികരമായ ഒരപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഒരല്പം നേരത്തെ കാര്യമുള്ളൂ. ഇത് ഇന്നലെ തന്നെ ഞാൻ അരിയൊക്കെ അരച്ച് കപ്പിയൊക്കെ കാച്ചി വെള്ളയപ്പം ഉണ്ടാക്കിയ മാവാണ്. അതിൻ്റെ ബാക്കി വന്നതുകൊണ്ടാണ് ഞാൻ ഈ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ജീരകവും ഏലക്കയും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർ കുറച്ച് കൂടുതൽ ശർക്കര ചേർക്കുക. ഞാൻ ഈ മാവിൽ ഇത്തിരി പഞ്ചസാര ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ശർക്കര കുറച്ചിട്ടത്. നമ്മുടെ മാവിട റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്തിരി കട്ടി വേണമെന്നുള്ളവരാണെങ്കിൽ ഒരല്പം റവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്പമാണ്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിൽ ആവിക്ക് വെച്ച് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ബാക്കി വരുന്ന മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു അപ്പമാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.